നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഏപ്രിൽ 10 വെള്ളിയാഴ്ച. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. അതായത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം സമ്പത്തിന്റെ അധിപയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമായി തന്നെ വെള്ളിയാഴ്ചയെ കണക്കാക്കുവാൻ സാധിക്കും. എന്നാൽ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസത്തെ വെള്ളിയാഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം മീനമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. അതിനാൽ ഇന്നത്തെ വെള്ളിയാഴ്ചയ്ക്ക്, ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്നതുമാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ സന്ധ്യാസമയത്താണ് എങ്കിലും നിങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. സാധിക്കുന്നവർ ക്ഷേത്രങ്ങളിൽ ഈ കാര്യങ്ങൾ കൂടി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അകന്ന് കുടുംബത്തിൽ ഐശ്വര്യങ്ങളും സർവ അഭീഷ്ട സിദ്ധിയും ഉണ്ടാകുന്നതിന് ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കണം, തീർച്ചയായും അനുഷ്ഠിക്കുക. അതിൽ പ്രധാനമായും നിങ്ങൾ ഇന്നേ ദിവസം ഉണർന്ന് വീടുകളിൽ വിളക്ക് തെളിയിക്കണം എന്നതാണ് പ്രാധാന്യം അറിയിക്കുന്ന ആദ്യത്തെ കാര്യം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ബ്രാഹ്മമുഹൂർത്തത്തിലോ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപാണ് എങ്കിലും ഉണരുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ, അത് ഏതെങ്കിലും ഒരു ദേവീ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. ഇന്നേ ദിവസം രാവിലെ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ സന്ധ്യാസമയത്താണ് എങ്കിലും നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തുക. ദേവീ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തി ദേവിക്ക് നെയ്വിളക്ക് തെളിയിച്ച് മനസ്സുരുകി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ഒരിക്കലും വിഫലമായി തീരില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത ആഗ്രഹസാഫല്യങ്ങളായി മാറുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. മനഃശാന്തി വന്നു ചേരാം. ശത്രുക്കൾക്ക് മേൽ വിജയങ്ങളോ പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് പ്രവേശിക്കും. അതിനാൽ ഇന്നേ ദിവസം നെയ്വിളക്ക് ദേവിക്ക് നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. തീർച്ചയായും ഏവർക്കും നടത്തുവാൻ സാധിക്കുന്ന ലളിതമായ ഒരു വഴിപാടാണ്. ഇനി അഥവാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിലും നടത്തിയാൽ പോലും വീടുകളിൽ ഇന്നേ ദിവസം നെയ്വിളക്ക്, അതും 5 തിരിയിട്ട ഭദ്രദീപം തെളിയിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമാണ്. ഇന്നേ ദിവസം രാവിലെ സാധിച്ചില്ല എങ്കിലും സന്ധ്യാസമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിക്കണം. ഇന്നേ ദിവസം ദേവിക്ക് നടത്തുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ വഴിപാട് കടും പായസമാണ്. കടും പായസം വഴിപാടായി നടത്തുകയാണ് എങ്കിൽ അത് അത്യുത്തമമാണ്. ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ വഴിപാടുകളിൽ ഒന്നാണ് കടും പായസം. അത് നടത്തുവാൻ സാധിക്കുന്നത് പോലും ദേവിയുടെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. തീർച്ചയായും ഈ 2 വഴിപാടുകൾ നടത്തുക. ഇനി ഇതൊന്നും നടത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ഒരു നാണയം തലയ്ക്കുഴിഞ്ഞ് നിങ്ങൾ ദേവിയുടെ നടയിൽ വയ്ക്കുക. അതിനും സാധിച്ചില്ല എങ്കിൽ ദേവിയുടെ സന്നിധിയിൽ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. അമ്മ നിങ്ങളെ കൈവിടില്ല എന്ന കാര്യം നിസ്സംശയം പറയാം. ഇനി സന്ധ്യാസമയത്ത് നിങ്ങളുടെ ഗൃഹത്തിൽ ചെയ്യേണ്ടതായ കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാം. സന്ധ്യാസമയത്തിന് മുൻപ് തന്നെ, പ്രത്യേകിച്ചും ഇന്നേ ദിവസം അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയോടെ വീടും പരിസരവും വൃത്തിയാക്കി വീടുകളിൽ മഞ്ഞൾ ജലവും ഉപ്പുജലവും തളിക്കുന്നത് ഉത്തമമാണ്.
ഇനി പകൽ സാധിച്ചില്ല അല്ലെങ്കിൽ രാവിലെ സാധിച്ചില്ല എങ്കിൽ സന്ധ്യയ്ക്ക് മുൻപായി പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ധ്യയ്ക്ക് മുൻപായി ഈ ഒരു കാര്യം നിങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കുക. സന്ധ്യാസമയത്ത് വീടുകളിൽ പ്രത്യേകിച്ചും പൂജാമുറി ശുദ്ധിയാക്കി ഉപ്പുദീപം തെളിയിച്ച് വയ്ക്കുക എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്. ഇത് നെഗറ്റീവായ ഊർജങ്ങൾ എല്ലാം വീടുകളിൽ നിന്നും ഒഴിവാക്കി പോസിറ്റീവായ ഊർജം നിറയ്ക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. ഇന്നേ ദിവസം ദേവിക്ക് ചില കാര്യങ്ങൾ നിവേദ്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ഇന്നേ ദിവസം ദേവിക്ക് പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. കൂടാതെ ഇന്നേ ദിവസം ദേവിക്ക് പായസമോ അല്ലെങ്കിൽ അല്പം പാലിൽ പഞ്ചസാര ചേർത്തോ നേദ്യമായി നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂടാതെ ഫലവർഗ്ഗങ്ങൾ, മധുര പലഹാരങ്ങൾ ദേവിക്ക് സമർപ്പിക്കാം. എന്നാൽ പാലിൽ പഞ്ചസാര ചേർത്ത് നേദ്യമായി സമർപ്പിക്കുവാൻ ഏവർക്കും സാധിക്കുന്ന ലളിതമായ കാര്യമാണ്. എന്നാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ ദേവി പ്രീതിക്ക് പായസം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ആ പായസം കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമായ കാര്യമാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ഇതൊന്നും സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പുഷ്പങ്ങളാണ് എങ്കിലും ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ്. ഇനി ഇന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ഇന്നേ ദിവസം സന്ധ്യാദീപം തെളിയിച്ചതിന് ശേഷം ഭക്തിപൂർവം ഈ മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യപ്രദമാണ്. നിങ്ങൾക്കറിയാവുന്ന ദേവി മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം. അത് നിങ്ങളുടെ ഐശ്വര്യവർദ്ധനവിന് സഹായകരമായി തീരും. മുടക്കം കൂടാതെ ജപിക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ വിശേഷപ്പെട്ട കാര്യം തന്നെയാണ്. വിശേഷപ്പെട്ട ഒരു കാര്യമായി പരാമർശിക്കാം. എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകമായി ലക്ഷ്മി അഷ്ടകം നിങ്ങൾ ജപിക്കുക. അതോടൊപ്പം കനകധാര സ്തോത്രം. കനകധാര സ്തോത്രത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ധനം നിങ്ങളുടെ വീടുകളിലേക്ക് ഒഴുകുവാൻ അഥവാ ധനപരമായ നേട്ടങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു സ്തോത്രം തന്നെയാണ് കനകധാര സ്തോത്രം. അല്പം ദീർഘമായ ഒരു സ്തോത്രമാണ് എങ്കിലും നിത്യവും നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ ധനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടതായി വരില്ല. ഏതെങ്കിലും ഒരു വഴിയിൽ ധനം നിങ്ങളെ തേടിയെത്തും. അതിനാൽ നിത്യവും വിളക്ക് തെളിയിച്ച് കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഈ മന്ത്രം, ഈ സ്തോത്രം ജപിക്കുകയാണ് എങ്കിൽ അത് ഉയർച്ചയ്ക്ക് സഹായകരമാണ്. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഈ ഒരു സ്തോത്രം നിങ്ങൾ ജപിക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുന്നത് രാത്രിയിലാണ് എങ്കിൽ കൈയും കാലും മുഖവും കഴുകി അല്ലെങ്കിൽ ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം പ്രത്യേകിച്ചും ഈ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യമാണ്. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈ ചിട്ടകൾ വ്രതശുദ്ധിയോടെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അതിലൂടെ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെയും പരദേവതയുടെയും പൂർണ്ണമായ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് സിദ്ധിക്കുക. കുടുംബത്തിൽ ധനസമൃദ്ധിയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക്, ആഗ്രഹ സാഫല്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനും നിങ്ങൾക്ക് സാധിക്കും. ഏവർക്കും അമ്മ മഹാമായയുടെ, ജഗദംബയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.